നമ്മളൊരു കണക്ക് ചെയ്യാണ്. ടൈം ആൻഡ് വർക്കിലെ ഒരു കണക്കാണ്. മനു ഒരു ജോലി 15 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നതാണ് പറഞ്ഞത്. മനു 15 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യും. വിനു എത്ര ദിവസം കൊണ്ട് ചെയ്യും? 20 ദിവസം കൊണ്ട് ചെയ്യും. ചോദിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 പേരും ഒരുമിച്ച് 4 ദിവസം ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞു, അത് പോട്ടെ. അത് കഴിഞ്ഞിട്ട് ചോദ്യം അതല്ല, വിനു പോവുകയാണ് ചെയ്യുന്നത് 4 ദിവസം കഴിഞ്ഞിട്ട്, എങ്കിൽ മനു ഒറ്റക്ക ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ടൈം ആൻഡ് വർക്കിൽ ചില ഇക്വേഷൻസ് ഉണ്ട്. അങ്ങനെ ഇക്വേഷനായിട്ട് ഉറച്ചു വെക്കണമെന്നില്ല. കാര്യക്ഷമത എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ഡൺ ബൈ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് വർക്കാണ് കാര്യക്ഷമത, എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഫിഷ്യൻസി അതുപോലെ തന്നെ ഈ ഇക്വേഷൻ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാര്യക്ഷമത ഇൻറ്റു എത്ര ദിവസം ജോലി ചെയ്യുന്നോ അതാണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എഫിഷ്യൻസി ഇൻറ്റു ഡേയ്സ് ഈക്വൽ ടു ടോട്ടൽ വർക്ക്. മനസ്സിലായല്ലോ? മുഴുവൻ ജോലി ഡിവൈഡ് ബൈ ഡേയ്സ് ആണ് എന്ത്, അല്ലെങ്കിൽ ഡേയ്സ് ആണ് എന്താണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഒരാളുടെ കാര്യക്ഷമത എന്ന് പറയുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് 2 പേര് ജോലി ചെയ്യുന്നതിൻ്റെ സമയം തന്നിട്ടുണ്ടെങ്കിൽ LCM ഓഫ് ദാറ്റ് 2 ആണ്. ഇതൊരു ട്രിക്കല്ല, ഒരു അപ്രോച്ചാണ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ഓർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. മനു 15 ദിവസം കൊണ്ടും വിനു 20 ദിവസം കൊണ്ടും ആ പണി തീർക്കും. അപ്പോൾ മനു 15 ദിവസം കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിൽ കാര്യക്ഷമതയുള്ള ആളാരാണ്? മനുവാണ്. കാരണം 15 ദിവസം കൊണ്ട് പെട്ടെന്ന് തീർക്കുമല്ലോ. വിനു 20 ദിവസം എടുക്കുമല്ലോ തീർക്കാൻ. പക്ഷെ നമുക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള കാര്യക്ഷമത കണ്ടുപിടിക്കേണ്ടതുണ്ട്, എഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എപ്പോഴും ഇങ്ങനത്തെ ടൈം ആൻഡ് വർക്കിൽ ഒരുവിധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യനും ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കലാണ്. അത് LCM ആണ്. 15 മനുവിൻ്റെയും 20 വിനുവിൻ്റെയാണ്. കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് LCM കിട്ടുന്നത്, LCM എന്ന് പറയുന്നത് 60 ആണ്. എപ്പോഴും വലിയ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ നോക്കിയാൽ 20ൻ്റെ മൾട്ടിപ്പിളിൽ ഇത് പോകുമോ നോക്കിയാൽ മതി. 20×2 40, 15 പോവില്ല. 20×3 60, 15 പോകും. ഇതാണ് ടോട്ടൽ വർക്ക്. ഈ കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കി വെക്കണം. LCM ഓഫ് ഗിവൺ 2 നമ്പേഴ്സാണ് മുഴുവൻ ജോലി. അപ്പോൾ 60 ആണ് മുഴുവൻ ജോലി. 60 യൂണിറ്റാണ് ജോലി ചെയ്യുന്നു എന്ന് പറയുന്ന യൂണിറ്റ്. മനസ്സിലായല്ലോ? ഇനി ഇൻഡിവിജ്വൽ എഫിഷ്യൻസി കാണണം. എഫിഷ്യൻസി ഓഫ് മനു 15 ദിവസം കൊണ്ട് ജോലി തീർക്കും. അപ്പോൾ 60 ആണ് ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും? 15 ദിവസം കൊണ്ട് ജോലി ചെയ്യും. അപ്പോൾ എഫിഷ്യൻസി എത്രയാണ്? 4 ആണ് അല്ലേ? ഇത് എഫിഷ്യൻസി ഓഫ് മനു ആണ്. ഇനി എഫിഷ്യൻസി ഓഫ് വിനു എത്രയാണ്? 60 ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും? 20 ദിവസം കൊണ്ട്. സ്വാഭാവികമായിട്ടും അയാളുടെ എഫിഷ്യൻസി കുറയും. എഫിഷ്യൻസി ഓഫ് മനുവും എഫിഷ്യൻസി ഓഫ് വിനുവും 4ഉം 3ഉം കിട്ടി. ഇനി ചോദ്യത്തിലേക്ക് നോക്കാം. എന്താണ് സംഭവം? 4 ദിവസം അവരെന്താ ജോലി ചെയ്ത ശേഷം വിനു പിരിഞ്ഞു പോവാൻ. ശരി, വിനു പോയി. അപ്പോൾ ആരാ? മനു ഒറ്റക്കാണുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായി 4 ദിവസം അവർ ഒരുമിച്ചാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ എഫിഷ്യൻസി 4ഉം 3ഉം. എഫിഷ്യൻസി 2 പേരുടെ ഒരുമിച്ച് കിട്ടും. കാരണം എന്താ? 2 പേരും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. എത്ര ദിവസം? 4. അപ്പോൾ 4 + 3 7 × 4 28 വർക്കാണ് 4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവുന്നത്. മനസ്സിലായില്ലേ? ടോട്ടൽ വർക്ക് 60ഉം. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് വർക്ക് എത്രയാണ്? 60 - 28 32 വർക്കാണ് ബാക്കി വരിക. ഇത് മനസ്സിലായി? സ്റ്റെപ്പ് മനസ്സിലായില്ലേ? അതായത് ടോട്ടൽ വർക്ക് 60 ആണ്. 4 എന്ന് പറയുന്നത് മനുവിൻ്റെ എഫിഷ്യൻസി, 3 എന്ന് പറയുന്നത് വിനുവിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ ഇവർ 2 പേരുടെ കാര്യക്ഷമത ഇൻറ്റു 2 പേരും ഒരുമിച്ച് ജോലി ചെയ്യുന്ന സമയം വെറും 4 ദിവസമാണ്. അത് കഴിഞ്ഞിട്ട് വിനുവാണ് പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ 7 × 4 28 ജോലി ഇവർ ചെയ്ത് തീർത്തിട്ടാണ് പോകുന്നത്. ടോട്ടൽ വർക്ക് LCM വഴി കണ്ടുപിടിച്ചത് 60 ആണ്. അപ്പോൾ 60 - 28 32 വർക്കാണ് ആർക്ക് പെൻഡിങ് ആയിട്ടുള്ളത് ചെയ്ത് തീർക്കാൻ. എങ്കിൽ മനു ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുമെന്ന് പറയുന്നില്ലേ? അപ്പോൾ മനുവിന് ബാക്കിയുള്ള എത്ര ജോലിയാണ്? 32 ചെയ്ത് തീർക്കാനുള്ള ജോലി. അപ്പോൾ മനുവിൻ്റെ എഫിഷ്യൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് 4 ആണ്. അപ്പോൾ ബാക്കിയുള്ള റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 32 ഡിവൈഡഡ് ബൈ ബാക്കിയുള്ള മനുവിൻ്റെ എഫിഷ്യൻസി നമ്മൾ കാര്യക്ഷമത കണ്ടുപിടിച്ചിട്ടുണ്ട് 4. എത്രയാണ്? 8 ആണ്. 8 days ആണ്.
അപ്പോൾ ഇക്വേഷൻസ് നോക്കുക. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ആളുടെയും നമ്പർ ഓഫ് ഡേയ്സിൻ്റെ LCM ആണ്. ടോട്ടൽ വർക്ക് കിട്ടി. എഫിഷ്യൻസി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഓരോരാളുടെ ഇൻഡിവിജ്വൽ കാര്യക്ഷമത കണ്ടുപിടിക്കൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ അവരെടുക്കുന്ന സമയമാണ്. 60 ഡിവൈഡ് ബൈ 15 4, 60 ഡിവൈഡ് ബൈ 20 3. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജോലി ചെയ്യുന്നത് 4 ദിവസമാണ്. അത് 28 വർക്കായി കെട്ടി. ടോട്ടൽ വർക്ക് 60 പക്ഷേ ടോട്ടൽ വർക്ക് എത്ര ദിവസം കൊണ്ട് മനു തീർക്കുന്നല്ല ചോദിക്കുന്നത്. ഈ 4 ദിവസം കഴിഞ്ഞിട്ട് വിനു പോയതിന് ശേഷമുള്ള ജോലി. വിനുവും മനുവും കൂടെ വർക്ക് ചെയ്തിട്ട് 28 വർക്ക് കംപ്ലീറ്റ് ആയി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള 32 വർക്ക് മനു എങ്ങനെ തീർക്കുന്നതാണ്. അത് റിമൈനിങ് വർക്ക് 32 ഡിവൈഡഡ് ബൈ എത്രയാണ് എഫിഷ്യൻസി 4 ആരെ മനുവിൻ്റെ. അപ്പോൾ എത്ര 8 ദിവസം കിട്ടും. ഇതാണ് ഉത്തരം. 8 ഓപ്ഷനിലില്ലേ നോക്കിക്കേ, 8 ദിവസം. ഇതാണ് ഉത്തരം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം.